അങ്ങനെ ഒരു സിസ്റ്റത്തെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്ന രാജാവിനെ കുറിച്ച് ഈ കാലഘട്ടത്തിൽ നിന്ന് സംസാരിക്കില്ല എങ്കിൽ നമ്മൾ ആരെയും കുറിച്ച് സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞത് മനസ്സിലായിരുന്നു. ഒരു സിസ്റ്റത്തെ, ഒരു പുതിയ സിസ്റ്റത്തെ, ആ സിസ്റ്റത്തെ ആ കാലഘട്ടത്തിൽ കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിൽ പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു മനസ്സുള്ള മനോഭാവമുള്ള ഒരു രാജകുടുംബത്തിന്റെ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള പാരഡൈമിന്റെ കീഴിൽ ഭരിക്കുന്ന സമയത്ത് ഒരു ചൂടുമാറ്റം നടത്തുവാനായിട്ട് തീക്ഷ്ണത കാണിച്ചു. ആ ചൂടുമാറ്റത്തിന് വേണ്ട എല്ലാ രീതിയിലുള്ള പരിഷ്കാരങ്ങളും പെട്ടെന്ന് കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു കഴിവ്, എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അത് ഭരണ നിപുണത എന്ന് തന്നെ പറയാം എന്നാണ് പറയുന്നത്. പക്ഷെ പണ്ഡിതന്മാർക്കിടയിൽ ഒരു രാജാവ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പണ്ഡിതന്മാർക്കിടയിൽ ഒരു രാജാവ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാര്യം രാജാക്കന്മാരുടെ ഇടയിൽ പണ്ഡിതന്മാർ ഉണ്ടായേക്കാം, പക്ഷെ പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു രാജാവ് ഉണ്ടാകുക എന്നുള്ളത് വളരെ വ്യത്യസ്തമായ ഒരു സംഗതിയാണ്. അത് ലോകമാന്യത്തിലേക്ക് രാമരാജ. അതുപോലെ ഇന്ത്യ ഭരിച്ച ഏറ്റവും ശക്തനായ, ഒരുപക്ഷെ ബ്രിട്ടീഷ് എംപയർ കണ്ട ഏറ്റവും ശക്തനായ ഒരു വൈസ്രോയി, ഒരു കഴ്സൺ, കുട്ടികൾക്ക് എല്ലാം അറിയാവുന്ന ഒരു പേരാണ് ഒരു കഴ്സൺ, ബംഗാൾ വിഭജനത്തിന്റെ സൂത്രധാരകൻ, ഇവിടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റം ആദ്യമായിട്ട് നവീകരിച്ച വ്യക്തി, ഏറ്റവും കർശന നിലപാടുകളെടുത്ത വ്യക്തി. ആ വ്യക്തി, ആ വൈസ്രോയി രാമവർമ്മ രാജാവിനെ കുറിച്ച് പറഞ്ഞത് ഇത്രമാത്രം പ്രോഗ്രസീവായിട്ട് പുരോഗമനപരമായ രീതിയിൽ ചിന്തിക്കുന്ന ഒരു രാജാവും അതുവഴി വന്ന ഒരു രാജ്യവും ഇന്ത്യയിൽ മറ്റൊരിടത്ത് കാണുവാൻ സാധിക്കുന്നില്ല. നമ്മുടെ കർഷകരുടെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കേഷൻ കിട്ടുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ പറഞ്ഞ കർഷകരെ പോലും നാട്ടുരാജാവിന്റെ ഒരു പവറിന്റെ, ഒരു ഐഡന്റിറ്റിയുടെ, ഇൻഡിപെൻഡൻസിന്റെ ഒരു പാഠം പഠിപ്പിച്ച ആൾ കൂടിയാണ് ഞാൻ നോക്കുന്നത്. കാരണം ഒരു മീറ്റിംഗിൽ, ഒരു ദർബാർ മീറ്റിംഗിന് അദ്ദേഹം ഡൽഹിയിൽ ആയിരിക്കുന്ന സമയത്ത് വൈസ്രോയി വന്ന് സംസാരിക്കാനുള്ള സമയം കഴിഞ്ഞു. വൈസ്രോയി വരുന്നില്ല. ഏകദേശം 100-ൽ പരം നാട്ടുരാജാക്കന്മാരെല്ലാം ഇങ്ങനെ അവിടെ വന്ന് കൂടിയിരിക്കുകയാണ്. ആ സമയത്ത് രാത്രി കൂടിയാണ് മറ്റു ആൾക്കാരോട് പിടികൂടുന്നത്. തൃശ്ശൂർ സൂയിലേക്ക് പിന്നീട് ഈ മൂർഖനെ മാറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ബൊട്ടാണിക്കൽ പ്ലാന്റ്സ്, അതുപോലെ തന്നെ ഒരു കടുവ കുട്ടി ഇദ്ദേഹത്തിന്റെ പാലസ് ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ റവന്യൂ സെൻസസിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ആ സമയത്താണ് എം കെ ഗാന്ധി അദ്ദേഹത്തെ കാണുകയും ചെയ്തു. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പരിഷ്കാരങ്ങളിലേക്ക് റെയിൽവേയും ഈ ഫോറസ്റ്റ് റെയിൽവേയും വിട്ടിട്ട് അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ഗ്ലിംസ് നമുക്ക് ഏറ്റവും കൂടുതൽ പരിഷ്കാരങ്ങൾ പഠിക്കുകയെങ്കിലും കാര്യം അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമുക്ക് കാണാൻ പഠിക്കുമായിരുന്നു. അപ്പം അതിന്റെ കൂടുതൽ 2 വാരം പറഞ്ഞാൽ 3 വാരം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് കൂടുതൽ കിട്ടുന്നത് അങ്ങനെ പറയുന്നത് 3 വാരം പഠിച്ചൊരു കാര്യം. പക്ഷേ രാമവർമ്മ രാജാവിന്റെ പരിഷ്കാരം അത്തരത്തിലുള്ള പരിഷ്കാരമല്ല, വാരമണതും അല്ലെങ്കിൽ റോഡ് പരിഷ്കാരം അല്ലെങ്കിൽ പറയാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പരിഷ്കാരം സ്ത്രീകളുടെ വിദ്യാഭ്യാസം. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പറയുന്ന ശ്രദ്ധ സ്കൂളുകൾ ഓപ്പൺ ചെയ്യുന്നത്, ഇംഗ്ലീഷ് സ്കൂളുകൾ അതുപോലെ തന്നെ ശ്രീ മഹാരാജ വൈരാഗ്യം എന്നാണ് കവിത എഴുതുന്നത്. ശ്രീ മഹാരാജ വൈരാഗ്യം. വള്ളത്തോടും അതുപോലെ തന്നെ ഉള്ളൂരും 2 പ്രശസ്തരായ കവികൾ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ, ഉള്ളൂർ സാഹിത്യ ചരിത്രത്തിലും വള്ളത്തോട് കവിത എഴുതിയും ഇദ്ദേഹത്തെ ഈ രീതിയിൽ വാഴ്ത്തിപ്പാടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു ഇടപെടലുകൾ നടത്തിയ ഒരു മഹാരാജാവാണ് അദ്ദേഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ മെറി ലോഡ്ജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ മെറി ലോഡ്ജിന്റെ രാജാവ് ഞാൻ നേരത്തെ പറഞ്ഞ സുഖവസതി എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. സുഖവസതി അത് പണി കഴിപ്പിച്ചത് രാജാവിന്റെ ഒരു ഉറ്റമിത്രമായ നമ്പരിമാൻ ചെട്ടി എന്ന് പറയുന്ന ഒരു തമിഴ് വ്യാപാരിയായിരുന്നു. നമ്പരിമാൻ ചെട്ടി. ആ നമ്പരിമാൻ ചെട്ടി, നിങ്ങൾ ചെന്നൈ പോയിട്ടുണ്ടെങ്കിൽ ചെന്നൈയിലെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് കൊടിമാറ നമ്പരിമാൻ ചെട്ടിയാണ് പണി കഴിപ്പിച്ചത്. അതുപോലെ തന്നെ വിക്ടോറിയ ജൂബിലി ഹാള്, ചെന്നൈയിലെ വിക്ടോറിയ ജൂബിലി ഹാള് പണി കഴിപ്പിച്ചത് നമ്പരിമാൻ ചെട്ടിയാണ്. അതുകൊണ്ട് തന്നെ രാജാവിന്റെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വായനയ്ക്കും അദ്ദേഹത്തിന്റെ അമ്മയുടെ നിർമ്മാണത്തിന്റെ സമയത്ത് ഏകദേശം ഇതേ സമയത്ത് തന്നെ അതിന്റെ നിർമ്മാണം തുടങ്ങുന്നത് അത് ജർമ്മൻകാരെയാണ് ഏൽപ്പിച്ചത്. ജർമ്മൻ എഞ്ചിനീയറായിരുന്നു. ഓറൻസ്റ്റൈൻ കോപ്പൻ എന്ന് പറയുന്ന എഞ്ചിനായിരുന്നു അതിനു വേണ്ടി കൊണ്ടുവരുന്നത്. അതൊരു ജർമ്മൻ കമ്പനിയാണ്. ഒന്നാം ലോക മഹായുദ്ധം 2ാം ലോക മഹായുദ്ധം ഏറ്റവും കൂടുതൽ ലോക്കോമോട്ടീവ്സിന് സപ്ലൈ ചെയ്ത ഒരു കമ്പനി, ജർമ്മൻ കമ്പനി. അവരുടെയാണ് ഏറ്റവും ബെസ്റ്റ് റെയിൽവേ ലോക്കോമോട്ടീവ്. അത് കൊണ്ടുവരികയും അത് കൊണ്ടുവന്നതിന് ശേഷം ആ ജർമ്മൻകാരുമായിട്ട് എന്തോ ഇദ്ദേഹത്തിന് അടുപ്പമുണ്ട് എന്ന രീതിയിലുള്ള ചില കോൺസ്പിറസി തിയറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും, കാരണം ഇത്ര പെട്ടെന്ന് ഒരു റെയിൽവേ ഈ കൊച്ചിയിലോ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചു. ഞാൻ ഓർക്കുന്നത്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്, 10ാം ക്ലാസ്സിൽ 1981 പഠിക്കുന്ന സമയത്താണ് കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് ഈ തീവണ്ടിപ്പാത, ഈ ഡബ്ലിംഗ്, അതിന്റെ ഇരട്ടിപ്പാതയാക്കുന്നത്, 2 പാത ഉണ്ടാക്കുന്ന പ്രവർത്തനം തുടങ്ങുന്നത്. എനിക്ക് UC കോളേജ് ജോലി കിട്ടിയ സമയത്ത് അങ്ങനെ 2ാമത്തെ പാത ഉണ്ടായിരുന്നത്. വർഷങ്ങളെടുത്തു. ഇത് 1903 ഈ പാത സാധ്യമാക്കി എന്നുള്ളതാണ്. സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രത്യേക ബോണ്ടുകൾ അദ്ദേഹം ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. നിവൃത്തിയില്ലാതെ വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് സ്വർണം വിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. 14 നെറ്റിപ്പട്ടങ്ങൾ വിറ്റ കഥയൊക്കെ നമ്മൾ ധാരാളം യൂട്യൂബിലൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ രാജാവ് ചിദംബരം എന്ന് പറഞ്ഞ ചിദംബരം അമ്പലത്തിൽ നിന്ന്, ക്ഷേത്രത്തിൽ നിന്നും അദ്ദേഹം കടമെടുത്തിട്ടുണ്ട്. ഇതൊക്കെ വലിയ പ്രശ്നമാണ്. വളരെ സേക്രഡ് ആയിട്ടുള്ള ഒരു ഫണ്ട് ഒരു സെക്യുലർ എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടി എടുക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? ആ ഒരു മെന്റാലിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതാണ്. സാമൂഹിക സിദ്ധാന്തങ്ങൾ അനുസരിച്ചിട്ട്, അഡ്മിനിസ്ട്രേഷൻ ലോജിക്ക് അനുസരിച്ചിട്ട്
ഫോർ എക്സാമ്പിൾ നമ്മുടെ മാക്സ് വെബർ എന്ന് പറയുന്ന ഒരു സൈദ്ധാന്തിക രീതിയിലൂടെ പോവുകയാണെങ്കിൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള രണ്ട് തരം റാഷണാലിറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ രണ്ട് റാഷണാലിറ്റിയുടെയും ബ്ലെൻഡിങ് ഈ മഹാരാജാവിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ അദ്ദേഹം ട്രഡീഷണൽ ആയിട്ടുള്ള നിലപാടെടുത്തു. പക്ഷേ രാജ്യത്തിന്റെ നന്മയ്ക്ക് പുരോഗതിക്ക് വേണ്ട ചില കാര്യങ്ങളിൽ അദ്ദേഹം വിപ്ലവകരമായ മാറ്റങ്ങൾ എടുക്കുവാനായിട്ട് രാമനാഥന് സാധിച്ചു. അപ്പം ട്രഡീഷണാലിറ്റി എന്ന് പറയുന്ന ഒരു വോർട്ടക്സ് അങ്ങനെ ഒരു ക്യൂബിക്കിൽ നിന്നുകൊണ്ട് തന്നെ മോഡേണിറ്റിയിലേക്ക് മോഡേണൈസേഷനിലേക്ക് ആധുനികവൽക്കരണത്തിലേക്ക് എത്തിച്ചു കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. എല്ലാ ആധുനികവൽക്കരണങ്ങളും സംഭവിക്കുന്നത് നമുക്കറിയാം. രാജ്യത്തുള്ള പ്രധാനപ്പെട്ട ആധുനികവൽക്കരണങ്ങളെല്ലാം സംഭവിക്കുന്നത് ചിലതൊക്കെ വലിയ വിപ്ലവങ്ങളിലൂടെ നീലക്കണ്ണുള്ള കൂർത്ത മൂക്കുള്ള അധികം പൊക്കമില്ല രാമവർമ്മ രാജാവ്. അദ്ദേഹത്തിന്റെ ആകൃതി അതാണെങ്കിലും അദ്ദേഹത്തെ കണ്ട മാത്രയിൽ ചിലർ രേഖപ്പെടുത്തിയിരിക്കുന്നത് നെഹ്റുവിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഒരു പ്രഭാവം, ഒരു വ്യക്തിപ്രഭാവമുള്ള രാജാവായിട്ടാണ് പറയുന്നത്. നമ്മൾ നെഹ്റുവിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ വ്യക്തിപ്രഭാവം പോലെ ഈ രാജാവിന്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ഹാലോ അവരെ സറൗണ്ട് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു ഹാലോയിലേക്ക് ഈ അടുത്ത കാലത്ത് കടക്കാവിന്റെ അഭിനയിച്ച വിനായകൻ പറയുന്നത് മമ്മൂട്ടിയുടെ ഓറ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നും. അപ്പൊ രാമവർമ്മ രാജാവിന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഓറയെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. രാജാവുകാരും വലിയ ഭയങ്കര ശക്തനായ ഒരു ആകാരമൊക്കെ ഉള്ള രാജാവൊന്നുമല്ല, വലിയ ആഭരണ വിഭൂഷണനായിട്ടല്ല അദ്ദേഹം നിൽക്കുന്നത്. വളരെ സിമ്പിളായിരുന്നു. ഒരു മുണ്ടും ഒരു തോർത്തിങ്ങനെ ഇട്ടിരിക്കുന്നു. ആഭരണമൊന്നും ഇടാത്ത ഒരു രാജാവ്, കണ്ടാൽ തന്നെ രാജാവ് തോന്നാത്ത ഒരു വ്യക്തി. പക്ഷേ അദ്ദേഹത്തിന്റെ ആന്തരിക ധൈര്യം, അദ്ദേഹത്തിന്റെ നിലപാട്, രാഷ്ട്രീയ നിലപാട് ആണ് കൊച്ചിയാക്കി മാറ്റി എന്ന് പറയുവാനുണ്ട്. ഒരു ചരിത്രകാരൻ എന്ന രീതിയിൽ തെളിവുകളുടെ ബലത്താൽ പറയുവാൻ ഏതൊരു നല്ല ചരിത്രകാരനും സാധിക്കും എന്നതാണ്. കാരണം ചരിത്രം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ ആദിവാസി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ അദ്ദേഹത്തിന്റെ ഡയറി കേൾപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്. മോർണിംഗിൽ കുറച്ച് കാർഡിൽ വന്നു, എനിക്ക് കുറച്ച് തേൻ, ഹണി, പിന്നെ വേറെന്തോ ചില റൂട്ടുകളൊക്കെ ചില വേരുകളൊക്കെ മരുന്നുണ്ടാക്കാൻ കൊണ്ട് കൊടുത്തു. അങ്ങനെ വന്ന ഒരു ടൈമിൽ ഒരു കാർഡില് കൊടുത്തതാണ് ആനക്കൊമ്പ് കൊണ്ട് കൊടുത്തു. ആനക്കൊമ്പേ കൊണ്ട് കൊടുത്തു. അപ്പം രാജാവ് ചോദിച്ചു, ഈ ആനക്കൊമ്പ് വളരെ ചോദിച്ചു. അവരെ വിഷമിപ്പിച്ചില്ല. അതിങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവർക്കും വലിയ പ്രശ്നമൊന്നുമില്ല, ഞങ്ങളിങ്ങനെ എടുത്ത് വിൽക്കുമെന്ന് പറഞ്ഞു. അതായത് ചിലപ്പോൾ മരിച്ചു വീഴുന്ന ആനയുടെ ചീഞ്ഞ് ശരീരത്തിൽ കിട്ടുന്ന ആനക്കൊമ്പായിരിക്കും. അങ്ങനെ ആനക്കൊമ്പ് കൊണ്ടു അവർക്ക് വലിയ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് രാജാവ് അവരെ തിരിച്ചുവിട്ടു. ആരാണ് ഈ ഫോറസ്റ്റ് ഓഫീസർ എന്ന് പിന്നീട് അദ്ദേഹം വിശദമായി മനസ്സിലാക്കുകയും ആ ഫോറസ്റ്റ് ഓഫീസറുടെ ഒരു ഇൻക്രിമെന്റ് കട്ടുകയും ചെയ്തു. പിന്നെ അദ്ദേഹത്തിന് പിന്നെ ഇൻക്രിമെന്റ് ഇല്ല. അപ്പം അന്നേരം തന്നെ ബ്യൂറോക്രസിക്ക് ശിക്ഷ കൊടുക്കുകയാണ്. കാരണം പക്ഷെ കാടന്റെ അടുത്ത് ഇതൊന്നും പറയുന്നില്ല. കാര്യം landscape, the political landscape of Kochi, the technological landscape of Kochi, economic landscape of Kochi, social landscape of Kochi. അപ്പം വീണ്ടും പല പരിഷ്കാരങ്ങളും പറയണം, അതൊക്കെ വന്നുകൊള്ളു. പക്ഷെ എങ്കിലും അതിനൊക്കെ ഒരു മാറ്റം കൊടുക്കേണ്ട ചില തീരുമാനങ്ങൾ, ചില പോളിസി ഡിസിഷൻസ് എടുത്താൽ മാത്രമേ ഇനി രാജ്യത്ത് മറ്റുള്ള ചലനങ്ങൾ ഉണ്ടാകൂ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അവിടെയായിരുന്നു രാജാവിന്റെ മോഡേണൈസേഷന്റെ ആധുനികവൽക്കരണത്തിന്റെ ശക്തി തുറന്നു എന്ന് പറയുന്നത്. അതായത് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ നടത്തുകയാണ്, സയൻസിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്നു, ഡിപ്പാർട്ട്മെന്റിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്നു, അതുപോലെ എഡ്യൂക്കേഷനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്നു, വ്യക്തികളെ വിട്ടിട്ട് സിസ്റ്റത്തെ കൊണ്ടുവരികയാണ്. ആ സിസ്റ്റം പിന്നീട് കൊച്ചിയെ മാറ്റിക്കൊള്ളൂ എന്നുള്ളത്. അതാണ് വ്യക്തി കേന്ദ്രീകൃതമായ, ചില സമയത്ത് രാജാവ് കേന്ദ്രീകൃതമായ ഭരണത്തിൽ നിന്നും ജനാധിപത്യപരമായ പ്രബുദ്ധപരമായ രീതിയിലുള്ള ഒരു കൊച്ചിയിലേക്കുള്ള രൂപാന്തരീകരണം, ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആണ്. Thank you so much.